പോകുന്ന വിപത്തിനെ അതായത് ഈ ഫിലിമിലൂടെ അനിൽ തോമസ് നമുക്ക് കാണിച്ചതായിരുന്നു. നല്ല സന്ദേശമുള്ളൊരു സിനിമ. ഷാജോണിൻ്റെ മനോഹരമായ പ്രകടനം. ഷാജോണിൻ്റെ പ്രകടനത്തെക്കുറിച്ച് വാക്കുകളില്ല. വളരെ അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മൻരാജ് ഒരുപാട് പേർക്ക് നല്ല ക്യാരക്ടേഴ്സ്, പ്രേംപ്രകാശായിട്ട് എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ചു. നല്ല ചിന്തിക്കേണ്ട ഒരു സിനിമ. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. ഒരു കുടുംബ ചിത്രം കൂടിയാണ്. ബ്രഹ്മപുരത്തിൻ്റെ കഥ പറയുന്നു എങ്കിലും അതിൽ ഒരു കുടുംബ ചിത്രം കൂടിയാണ്. ആ സബ്ജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അനിൽ തോമസ് അത് വെളുത്തിരിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ പെർഫോമൻസ് വൈസ് ഷാജോൺ ചേട്ടനൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ബ്രഹ്മപുരം വലിയ കത്തിയ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. പത്രത്തിലൂടെ വാർത്തകളിലൂടെയൊക്കെയാണ് കണ്ടത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഭീകരതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാജോണാണെങ്കിലും ലതയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആ ബുദ്ധിമുട്ട്, ആ ഒരു അവരുണ്ടായിരുന്ന അത്രയും വലിയ വിഷം അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പടം വളരെ റിലവൻ്റായിട്ട് എടുത്ത് നന്നായിട്ട് ഷാജു ചേട്ടൻ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു സമകാലീന പ്രാധാന്യത്തിലുള്ള ഒരു സബ്ജക്റ്റ് വളരെ നല്ലത്. മനുഷ്യനാണ് പ്രധാനം, പ്രകൃതിയാണ് പ്രധാനം എന്നുള്ളൊരു വലിയ മെസ്സേജ് സിനിമ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്ന തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണുക. പിന്നെ ഇത് പറയുന്ന അതിൻ്റെ ഗൗരവത്തോടെ തന്നെ അതിൻ്റെ കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുക. ഇത് സാധാരണ പറയുന്ന ഒരു റിവ്യൂ ആണ് എന്ന് വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ അത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ വരേണ്ടതായിരുന്നു എന്ന് എനിക്കിതിലൂടെ ഫീൽ ചെയ്യും. നമുക്ക് തന്നെ അറിയാം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഞാനിപ്പോൾ ആലുവയിൽ സ്റ്റേ ഉള്ള ആളാണ്. ഒത്തിരി ശ്വാസം മുട്ടലുകളും ശരീരത്തിൽ ഒരുപാട് അലർജിക്കും ആയിട്ടൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ട്. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ പ്രകൃതി, നമ്മുടെ സമൂഹം അത് ഏറ്റവും ശുദ്ധവും വൃത്തിയായില്ലെങ്കിൽ നമ്മൾ നേടുന്നതുകൊണ്ട് ഒരു ഉപയോഗവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പടമാണത്. അത് പറഞ്ഞ പോലെ തന്നെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ഡീൽ ചെയ്യണം. ഒരെണ്ണം ബ്രഹ്മപുരം നമ്മളെല്ലാവരും ഫേസ് ചെയ്തത്. എനിക്കൊക്കെ എക്സാം ടൈമിനായിരുന്നു, ബോർഡ് എക്സാം ടൈമിന് നടന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഇപ്പോഴും തീരുന്നില്ല. അതും വെറും കറപ്ഷന് കാരണം എന്ന് പറയുമ്പം ഒരു വിഷമമുണ്ടല്ലോ. അപ്പം ഈ സിനിമ എല്ലാവരും എന്തായാലും കാണുന്ന ഒരു അവയർനെസ്സാണ്. എന്തൊക്കെ എഫേർട്സ് ഇതിൻ്റെ പിന്നാലെ പോകും. കാരണം നമ്മൾ മനുഷ്യരെന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളായിട്ടൊന്നും ചെയ്യണില്ലല്ലോ എന്ന് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണുള്ളത്. എന്നാലേ ഭരണാധികാരികൾ അറിയുള്ളൂ. ഇതിലവർ കൃത്യമായിട്ട് കാണിക്കണം എന്തോരം എഫേർട്ട് ഓരോരുത്തരും ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇഗ്നോർ ചെയ്യാൻ ചൂസ് ചെയ്യുന്നതുകൊണ്ട് അവർ ഇഗ്നോർ ചെയ്യുന്നു. സോ എനിക്കിത്രേ പറയാനുള്ളൂ. എല്ലാവരും ഈ പടം കാണണം. സിനിമയെക്കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലേട്ടന് പ്രത്യേക താങ്ക്സ്. കാര്യം ഇതേപോലൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് ഒരു സിനിമയാക്കിയതിനും അതിലൊരു അഭിനയിക്കാനൊരു അവസരം തന്നെ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും ഈ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും ഇപ്പം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും അത് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സിനിമ വരേണ്ട ഒരു സമയത്ത് തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അല്ലേട്ടൻ നിങ്ങളോട് പറയും. അല്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളത് സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സിനിമ ഒന്ന് കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. നമ്മുടെ മാക്സിമം നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി ജനങ്ങളാണ് ഇതിൻ്റെ ഒരു വിധികർത്താക്കൾ. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ്.